മതചിഹ്നമായ തൊപ്പി ധരിച്ചതിന്റെ പേരിൽ തീവ്രവാദിയായി ചിത്രീകരിക്കുന്നുവെന്ന പരാതിയുമായി ഏറാമല സ്വദേശി ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റുകളിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുറിഞ്ഞാലിയോട് വണ്ണത്താംവീട്ടിൽ ഷഫീഖ് ബീവി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഞങ്ങൾ ഇന്ന് വടകര റൂറൽ എസ്.പിയെ കാണാൻ വേണ്ടി വന്നതാണ്. എന്താ വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഷാഫി പറമ്പിൽ എംപിയെ കഴിഞ്ഞ 27/8 ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടെ ഗുണ്ടായിസം കാണിക്കുകയും തടയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ വാർത്ത വന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അന്ന് കൂട്ടത്തിൽ ഷഫീഖ് എന്ന് പറയുന്ന അദ്ദേഹം മൗലവിയാണ്. അദ്ദേഹം ഒരു സ്കൂൾ കമ്മിറ്റിയുടെ PTA പ്രസിഡന്റ് കൂടിയാണ്. PTA പ്രസിഡന്റ് എന്ന നിലയിലുള്ള ചില വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട PTA പ്രസിഡന്റുമാരെ വിളിച്ച യോഗത്തിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം വന്നത്. അദ്ദേഹം വഴി പോകുമ്പോഴാണ് ഈ ഷാഫി, അദ്ദേഹം അവിടുത്തെ പാർട്ടിയുടെ ലീഗിൻ്റെ ആ പ്രദേശത്തെ കാർത്തികപ്പള്ളി പ്രദേശത്തെ ഒരു വാർഡ് സെക്രട്ടറിയാണ്. ആ വാർഡ് സെക്രട്ടറി എന്നുള്ള നിലയിൽ UDF എന്ന നിലയിൽ ഷാഫിയെ തടയുന്നുണ്ട്. അപ്പം അദ്ദേഹം പോയി നിന്നിട്ടുണ്ട്, അദ്ദേഹം കൂടെ നടന്നിട്ടുണ്ട് റോട്ടിൽ. അതിന് ഈ DYFIയുടെ പ്രവർത്തകന്മാർ ആദ്യമായിട്ട പോസ്റ്റ് താലിബാൻ ഷാഫി പറമ്പിലിൻ്റെ പേരിൽ വടകരയുടെ നിയന്ത്രണം പഴയ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ എന്ന് പറഞ്ഞു കൊടുക്കുക, ഇവനെ താലിബാനിസ്റ്റായിട്ട് ചിത്രീകരിക്കുക, പത്രത്തിൽ വാർത്ത വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇയാൾ വളരെ സാത്വികമായ ഒരു കുടുംബത്തിലുള്ള ആ പ്രദേശത്ത് ഏറ്റവും മാന്യമായി ജീവിക്കുന്ന ആരോട് ചോദിച്ചാലും മനസ്സിലാവും. അദ്ദേഹം ലീഗിൻ്റെ പ്രാദേശികമായ സെക്രട്ടറിയാണ്. ആ മനുഷ്യനെ വേഷം കണ്ട് അദ്ദേഹത്തിന് താടിയും തൊപ്പിയും ഉണ്ട്. അപ്പം CPM ഇവിടെ കളിക്കുന്ന നെറികെട്ട ഏർപ്പാട്, നാട്ടിൽ ഇങ്ങനെ വിദ്വേഷം പ്രചരിപ്പിക്കാനുള്ള ഏർപ്പാട് നടത്തുക. എന്നാലോ അതിന് ഒത്താശ ചെയ്യുന്നതാണ് അതിൽ ഏറ്റവും വലിയ പ്രയാസകരമായ ഒരു സംഭവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വന്നപ്പോൾ ഈ ബന്ധപ്പെട്ട ആളുകൾ, പാർട്ടിയുടെ ആളുകളും ഈ ഷഫീഖും മൗലവിയും ഇവിടെ വടകര പോയി CIയുടെ അടുത്ത് പരാതി കൊടുക്കാൻ, SHOൻ്റെ അടുത്ത്. പക്ഷെ അയാൾ ചെന്നപ്പോൾ പരാതി സ്വീകരിക്കാൻ ആദ്യം ഒരു തവണ പോയി. ഇവർ പോകുന്നത് 4/9 പോയി, ഇയാൾ കാണാൻ പോലും കൂട്ടാക്കിയില്ല. വീണ്ടും പോയി 6/9, അപ്പോഴും ഈ SHO ഇത് കൂട്ടാക്കിയില്ല, കാണാനോ സംസാരിക്കാനോ. മൂന്നാമത്തെ തവണ പോയപ്പോൾ ഇത് വാങ്ങിച്ച് ഇതിനൊന്ന് കേസെടുക്കാനൊന്നും പറ്റില്ല എന്ന്. അങ്ങനെ ഇവർ വീണ്ടും പ്രഷർ ചെയ്ത് 4ാമത്തെ തവണ പോയപ്പോൾ ഈ SHO എന്താ ചെയ്ത്, കേസ് FIR ഇടാനൊന്നും പറ്റില്ല. എന്താ ചെയ്യുക, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കേസ് ഇതാ, ഞങ്ങൾ തന്നതിന് റെസീറ്റ് തരാം, FIR ഇടില്ല, അതിനൊന്നുള്ള കേസല്ല ഇത് എന്ന്. നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാനും നാട്ടിൽ ഇങ്ങനെ മതസൗഹാർദ്ദം തകർക്കാനും ഒക്കെ CPM ഒത്താശ ചെയ്യുമ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന ഒരു പോലീസാണ് ഇന്നിപ്പോൾ കേരളം മുഴുക്ക നമ്മളതാ കാണുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ ഇതെവിടെയാണെന്ന് നാട്ടിൽ ചെന്നെത്തിക്കാൻ ഞങ്ങൾ ഇന്നിപ്പോൾ SP-യുടെ അടുത്ത് പരാതി കൊടുക്കുക. SP വളരെ കൃത്യമായി ഞങ്ങളോട് പറഞ്ഞിട്ട് കേസ് ഇത് പരിശോധിച്ച് വേണ്ട നടപടി സ്വീകരിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ അദ്ദേഹം ഇത് പഠിക്കുകയും കേസ് മനസ്സിലാക്കുകയും ചെയ്തിട്ട് കേസെടുക്കാം, അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കാം എന്നിപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു സാഹചര്യമാണ്. ഒരു കേസ് വന്നാൽ വടകര പോലീസ് സ്റ്റേഷനിൽ പോയാൽ, നേരത്തെ ഞാൻ പറഞ്ഞിട്ട് വടകര പോലീസ് സ്റ്റേഷൻ്റെ സാഹചര്യം നമ്മളൊക്കെ പറയുന്നതാണ്. ആ ഏകപക്ഷീയമായി ഒരു പാർട്ടി ആഫീസ് പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിൽ ഇവിടെയുണ്ട്. എല്ലാ പോലീസുകാരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഞങ്ങൾ പറയുന്നില്ല, നല്ല മാന്യന്മാരായ ഉദ്യോഗസ്ഥന്മാർ, രാഷ്ട്രീയത്തിന് അതീതമായി ഇവരുള്ള ഉദ്യോഗസ്ഥന്മാർ. പക്ഷെ അവർക്കൊന്നും ഒരു വോയിസ് ഇല്ലാത്ത രൂപത്തിലാണ് ഇവിടെ ഇവരുടെ നിലപാട്. ഇതിലപ്പുറം എന്താ വേണ്ടത്? ഇങ്ങനെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഇത് കൊടുത്തപ്പോൾ ഒരു അത് ആ ഒരു പരാതി വായിക്കാൻ പോലും തയ്യാറാകാത്ത പോലീസ്, അത് കേരളത്തിന് നാണക്കേടാണ്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.